പിണറായി പടന്നക്കരയിലെ ദുരൂഹ മരണത്തിന് ചുരുളഴിയുന്നു. വണ്ണാത്തം വീട്ടിൽ സൗമ്യയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയ സൗമ്യയെ ഉച്ചയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നാണ് സൂചന. സൗമ്യയുടെ മാതാപിതാക്കളും മക്കളുമാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്. അരുൺ ഗോപി വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എന്താണ് ഈ ഘട്ടത്തിൽ പോലീസ് നൽകുന്ന വിശദാംശങ്ങൾ? ഹാഷ്മി, വണ്ണാത്തം വീട്ടിൽ സൗമ്യയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഇവരെ ഇപ്പോൾ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രാവിലെ 9:45 സൗമ്യയെ പ്രവേശിപ്പിച്ച തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ നിന്നും പോലീസ് അതീവ രഹസ്യമായി സൗമ്യയെ കസ്റ്റഡിയിലെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് സൗമ്യയുമായി ബന്ധപ്പെട്ട 3 യുവാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തതാണ്. പക്ഷേ ഇവരുമായി ബന്ധപ്പെട്ട യാതൊരു വിവരവും പോലീസ് പുറത്തുവിടുന്നില്ല. ഏതായാലും രാസപരിശോധനാ ഫലം വന്നതിന് തൊട്ടു പിന്നാലെയാണ് സൗമ്യയെ കസ്റ്റഡിയിലെടുത്തത്. സൗമ്യയുടെ അച്ഛൻ കുഞ്ഞിക്കണ്ണൻ, അമ്മ കമല എന്നിവരുടെ ആന്തരിക അവയവ പരിശോധനയിലാണ് മാരകമായ വിഷാംശം, അലൂമിനിയം ഫോസ്ഫേറ്റ് എന്ന മാരക വിഷാംശം ഉള്ളിൽ ചെന്നാണ് ഇവർ മരിച്ചതെന്ന് അറിയപ്പെടാൻ കഴിയുന്നത്. എലിവിഷം പോലുള്ള കീടനാശിനികൾ ഉപയോഗിക്കുന്ന മാരക വിഷമാണ് അലൂമിനിയം ഫോസ്ഫേറ്റ്. ഇത് ഇവരുടെ വയറ്റിനുള്ളിൽ ചെന്നു. അങ്ങനെയാണ് മരണം സംഭവിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ സൗമ്യയുടെ 8 വയസ്സുകാരി ഐശ്വര്യ കിഷോറിൻ്റെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധിച്ചത്. ഈ പരിശോധനാ ഫലം കൂടി വന്നതിന് ശേഷം ഈ 2 മരണങ്ങളിലും, ഈ 4 മരണങ്ങൾ, ഇപ്പോൾ ഒരു കുട്ടീൻ്റെ പോസ്റ്റ്മോർട്ടം നടത്താൻ സാധ്യമല്ല. അത് 2012 മരിച്ചത്. ഈ ജനുവരിയിൽ മരിച്ച ഈ ഐശ്വര്യ കിഷോറിൻ്റെ പോസ്റ്റ്മോർട്ടമാണ് ഇന്നലെ നടത്തിയത്. ഇതിൽ 2ലും അലൂമിനിയം ഫോസ്ഫേറ്റ് കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായും ഇതൊരു കൊലപാതക പരമ്പരകളുടെ ചുരുളഴിയും. എന്തായാലും ഇത് കൊലപാതകമാണ് എന്നത് തീർച്ചയാണ്. ഈ ദുരൂഹ മരണങ്ങൾ കൊലപാതകത്തിലേക്ക് എത്തുകയാണ്. മറ്റൊരു വസ്തുത, ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരങ്ങളും മാധ്യമങ്ങൾക്ക് നൽകാൻ പോലീസ് തയ്യാറാകുന്നില്ല. നിങ്ങൾ ദയവായി കാത്തിരിക്കണമെന്നാണ് പോലീസ് പറയുന്നത്. ഇവിടെ ജില്ലാ പോലീസ് മേധാവികളടക്കം ചോദിച്ചിട്ടും അവർ കൃത്യമായ വിവരം നൽകുന്നില്ല. ഏതായാലും സൗമ്യയെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഉച്ച കഴിഞ്ഞ് ഒരുപക്ഷെ തലശ്ശേരി മജിസ്ട്രേറ്റിന് മുമ്പാകെ സൗമ്യയെ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അരുണാണ് വിവരങ്ങൾ നൽകിയത്.